ചെയ്യാനൊന്നും അധികാരം സഭ കൊടുത്തിട്ടില്ല. ദിവസം കുർബാനയിൽ തരാൻ അധികാരം കൊടുത്തിട്ടുള്ളൂ. അച്ഛന്മാർക്ക് ക്ലാസ് എടുക്കാൻ എൻ്റെ കൂടെ അധികാരം കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ റൂട്ട് മാറ്റി പോകും. അതുകൊണ്ട് ഞാൻ അവരെ കല്ല് വലുതായിട്ടില്ല. ഞാൻ പലകുറിച്ച് പോകാത്ത വ്യക്തിയോടെയാണ് സ്കൂളിൽ പഠിക്കാത്തത്. അപ്പോൾ ഇതൊക്കെ കൂടെ കൊടുത്തെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പ്രസംഗിക്കുന്നിടത്തൊക്കെ ഈശോയുടെ പ്രത്യേക ശക്തി ഉണ്ടാവും. അപ്പോൾ എൻ്റെ കൂടെ പ്രസംഗിക്കാൻ അധികാരം കൊടുക്കാത്ത ഈ എല്ലാവർക്കും കൊടുക്കാൻ വെച്ചാലല്ല, കർത്താവ് സ്വർഗത്തിന് ചിലർക്ക് കൊടുക്കുന്ന ഒരു കാര്യം അത് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കൂടെ അച്ഛന്മാർക്ക് പ്രസംഗിക്കാൻ അധികാരമില്ല. ഒറ്റയ്ക്ക് എല്ലായിടത്തും പോകണേ. കുർബാന എഴുതിത്തരാൻ അധികാരമുണ്ട്. കുർബാന എഴുതാണ്ട് മാറിക്കോളും. ആലുളിയ ഞാൻ മാറ്റണമല്ല, സഭാപിതാക്കളെ തീരുമാനിച്ചേക്കണതാണ്. ആലുളിയ ആലുളിയ യേശു എന്നൊന്ന്. ഈ അച്ഛനെയാണ് തിരഞ്ഞെടുത്തത്, ജോസ് വയലച്ഛൻ എന്ന് പറഞ്ഞാൽ. അച്ഛന് സുഖമില്ലാതെ പെരുവണ്ണാമുടിയിലുണ്ട്, അവർ കോളേജിൽ ഉണ്ട്. കൊളത്തുവേലിൽ ധ്യാനത്തിൽ ചിലപ്പോൾ പോയൊരു ജോലി. നാളെ എന്നെ കാണാനോട് വന്നപ്പോൾ കുറേ ആൾക്കാർ കൂടി പിടിച്ചു കൊണ്ടുവന്ന് കൈ പിടിച്ചിട്ടാ നടത്തിയതൊക്കെ. യേശു നന്ദി. കാണാൻ പോയി എന്ന് പറഞ്ഞു വന്നാ ജോണി ഉണ്ടായിരുന്നു. ജോണിയൊക്കെ സാക്ഷിയാ. ജോണി അച്ഛൻ പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ ഞാൻ നിർത്തിയിട്ട് യേശു നന്ദി. എപ്പോഴാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ ഫോട്ടോ എടുക്കുക. അപ്പോൾ 2 ധ്യാനക്കുമാരും കളത്തിൽ വലിയ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിരുന്ന നാള് അത് ഒന്ന് ആശാരപ്പണമിൽ മാതോഷന കളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാനൊരു അവർ. പിന്നെ ജോസഫ്സൻ സഭയുടെ വേദപണ്ഡിതനും കൂടിയാണ്. എഴുത്ത് എല്ലാ പുസ്തകവും നല്ല പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ഈ അച്ഛനാ. യേശു നന്ദി. സൺഡേ സമയം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നിർത്തി കേട്ടോ, എല്ലാം നിർത്തി വരിക. ഇപ്പം ഇതിനകത്ത് ലഹരിയെ പറ്റിയിട്ട് ഞങ്ങൾ ഒന്നിച്ച് ധ്യാനം നടത്തി തുടങ്ങിയ ആളാണ്. ലഹരിയെ പറ്റിയിട്ട് അച്ഛന് ഇപ്പം പറ്റാത്തതുകൊണ്ട് അച്ഛൻ്റെ ഫോട്ടോയും സഹിതം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ സൗകര്യം ലഹരിയെ പറ്റി വായിക്കുവേ. പിന്നെ ചോദ്യം ചെയ്യും, ലഹരിയെ പറ്റി വായിക്കും കേട്ടോ. നിർത്തി വായിച്ചോളൂ, എല്ലാവരും കേട്ടോട്ടോ. ഫാദർ ജോസ് വയലിൽ CMI ചെയർമാൻ ശാലോൺ TV. മയക്കുമരുന്ന് കച്ചവടവും ഉപയോഗവും അതേ തുടർന്നുള്ള ദുരന്തങ്ങളും കേരളത്തെ പിടിച്ചുകുലുക്കിയ നാളുകളാണിത്. സാമൂഹ്യ മതസംഘടനകളും മാധ്യമങ്ങളും മറ്റ് സ്ഥാപനങ്ങളും വ്യക്തികളുമെല്ലാം ഈ വിപത്തിനെതിരെ ശബ്ദമുയർത്തിയപ്പോൾ കേരള പോലീസും എക്സൈസ് വകുപ്പും കുറച്ചൊന്ന് ഉണർന്നു പ്രവർത്തിച്ചു. ഓപ്പറേഷൻ ഡി കണ്ട് എന്ന പേരിൽ പോലീസ് ഒരു നടപടി ആരംഭിച്ചു. 2025 ഫെബ്രുവരി 22-നാണ് ഇത് ആരംഭിച്ചത്. ഫെബ്രുവരി 22 മുതൽ മാർച്ച് 8 വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് പോലീസ് 1.43 കിലോഗ്രാം MDMA-യും 1.85 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഇതേ കാലയളവിൽ പോലീസ് 4000 കേസുകൾ എടുക്കുകയും 4200 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതോടൊപ്പം എക്സൈസ് വിഭാഗം ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന പേരിൽ ഒരു പരിപാടിയും നടപ്പാക്കി. മാർച്ച് മാസത്തെ 3 ദിവസങ്ങൾ കൊണ്ട് അവർ പിടിച്ചെടുത്ത കഞ്ചാവ് 77 കിലോഗ്രാം, പിടിച്ചെടുത്ത MDMA 1 കിലോഗ്രാം, എടുത്ത കേസുകൾ 360, അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 378. പോലീസും എക്സൈസ് വകുപ്പും മറ്റും പിടിക്കുന്ന കഞ്ചാവിന്റെയും MDMA-യുടെയും മറ്റും കണക്കുകൾ നാം പത്രങ്ങളിൽ കാണാറുണ്ട്. ചിലപ്പോൾ ഏതാനും ഗ്രാം മാത്രം MDMA-യാണ് പിടിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇത്രയും കുറഞ്ഞ അളവ് MDMA പിടിക്കുന്നത് ഇത്രയും വലിയ വാർത്തയാക്കാൻ മാത്രം പ്രധാനപ്പെട്ടതാണോ എന്ന്. അതുകൊണ്ട് ഒരു ജിജ്ഞാസയുടെ പുറത്ത് ഞാൻ ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ചെറിയ പഠനം നടത്തി. അപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങൾ പറയാം. MDMA എന്ന ലഹരി വസ്തുവിനെ സംബന്ധിച്ച് മാത്രമാണ് ഈ പഠനം. MDMA എന്നത് ഒരു കൃത്രിമ അഥവാ രാസ ലഹരി വസ്തുവാണ്. മെത്തലിൻ ഡയോക്സിമെത്ത് ആപ്റ്റമിൻ എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. രണ്ടാമത് ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചത് ഇതാണ്: ഒരാൾക്ക് ഒരു നേരത്തെ ലഹരി ഉപയോഗത്തിന് എത്ര അളവ് MDMA വേണം? 0.075 മില്ലിഗ്രാം മുതൽ 125 മില്ലിഗ്രാം വരെയാണത്. ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ആരോഗ്യം തുടങ്ങിയ പല ഘടകങ്ങളെ അനുസരിച്ച് 0.075 മില്ലിഗ്രാം മുതൽ 125 മില്ലിഗ്രാം വരെ ഉപയോഗിക്കാമെന്ന് ചുരുക്കം. ഇനി ഈ കണക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. 1 ഗ്രാം സമം 1000 മില്ലിഗ്രാം. ഒരാൾ ശരാശരി ഒരു തവണ ഉപയോഗിക്കുന്നത് 0.075 മില്ലിഗ്രാം ആണെന്ന് കരുതുക.
അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം MDMA ഒരാൾക്ക് 12 തവണ അല്ലെങ്കിൽ 13 പേർക്ക് 1 തവണ ഉപയോഗിക്കാനുള്ള ലഹരി വസ്തുവുമുണ്ട്. ഇനി 1 കിലോഗ്രാം MDMA എത്ര പേർക്ക് ഉപയോഗിക്കാനുണ്ടെന്ന് നോക്കാം. 1 കിലോഗ്രാം 1000 ഗ്രാം, 1000 ഗ്രാം 1,00,000 മില്ലിഗ്രാം, അതായത് 10 ലക്ഷം മില്ലിഗ്രാം. ഈ 10 ലക്ഷം മില്ലിഗ്രാം ലഹരി വസ്തു ഒരാൾക്ക് 0.075 മില്ലിഗ്രാം വെച്ച് നൽകുകയാണെങ്കിൽ എത്രയധികം പേർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണം. എക്സൈസ് പിടിച്ചെടുത്ത 1 കിലോഗ്രാം MDMAയുടെ വ്യാപ്തിയെക്കുറിച്ച് ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ചെലവാകുന്ന കിലോ കണക്കിന് MDMA എത്രമാത്രം മനുഷ്യരെ ലഹരിക്ക് അടിമയാക്കാൻ പര്യാപ്തമാണ്. മയക്കുമരുന്നിന് അടിമയായ ഒരാൾ 1 തവണ മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്. ഇത് നിത്യേന എന്നോണം ഉപയോഗിക്കുന്നുണ്ടാകും. ഇല്ലെങ്കിൽ അയാൾ ഭ്രാന്ത് പിടിച്ചവനെ പോലെയാകും. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഏതാനും കിലോഗ്രാം MDA ഉണ്ടെങ്കിൽ 10,000 വ്യക്തികളെ ലഹരിക്ക് അടിമയാക്കാൻ പറ്റും. കേരളത്തിൽ എത്രയധികം MDMA വിറ്റഴിക്കപ്പെടുന്നുണ്ടാകും എന്നെ ഊഹിക്കാൻ കൂടി വയ്യ. ഇതിനു പുറമെയാണ് കഞ്ചാവ്, മറ്റ് ലഹരി വസ്തുക്കൾ, മദ്യം എന്നിവയുടെ ഉപയോഗം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വളരെ വ്യാപകമാണ് MDMA, കഞ്ചാവ്, ഇതര രാസലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ. 1 ഗ്രാം MDMAക്ക് ഇപ്പോൾ ചില്ലറ വിൽപ്പന വില 5000 രൂപയെങ്കിലും കാണും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ അളവായ 0.075 മില്ലിഗ്രാം മാത്രം ഉപയോഗിച്ചാലും ഒരു നേരത്തെ ലഹരി ഉപയോഗത്തിന് 400 രൂപയോളം ചെലവ് വരും. ഈ പണം എങ്ങനെ കണ്ടെത്തും? പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങും. മോഷണം, പിടിച്ചുപറി, ലഹരി കച്ചവടം, കൊലപാതകം, വ്യഭിചാരം തുടങ്ങിയ മാർഗങ്ങൾ വഴി പണം കണ്ടെത്താൻ ശ്രമിക്കും. അല്ലെങ്കിൽ കടം വാങ്ങിക്കൂട്ടാൻ തുടങ്ങും. ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് അനേകം വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും തകർച്ചയിലേക്കാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും ഈ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും തമ്മിൽ തീർച്ചയായും ബന്ധമുണ്ട്. ഇനി ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ലഹരിക്കടിമകളായ 2 പേർ വിവാഹിതരായാൽ എങ്ങനെയിരിക്കും? വിവാഹിതരാകുന്ന 2 പേരിൽ ഒരാൾ ലഹരിക്കടിമയും ഒരാൾ ലഹരി ഉപയോഗിക്കുന്നയാളും ഉപയോഗിക്കാത്ത ആളുമായാൽ എങ്ങനെയിരിക്കും? അതിനാൽ ലഹരി ഉപയോഗം വലിയൊരു വിപത്താണ്. അതിനാൽ ലഹരി കച്ചവടവും ഉപയോഗവും അവസാനിപ്പിക്കാൻ അഥവാ പരമാവധി കുറച്ചു കൊണ്ടുവരുവാൻ ഗവൺമെന്റ് കർശന നടപടികൾ സ്വീകരിക്കണം. പോലീസും എക്സൈസും ഉണർന്നു പ്രവർത്തിച്ചപ്പോൾ ഒരാഴ്ച കൊണ്ട് വരുത്തിയ മാറ്റം ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 2 വകുപ്പുകൾ കാര്യമായും തുടർച്ചയായും ഇടപെട്ടാൽ എന്തുമാത്രം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയും? അതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും മറ്റെല്ലാ ഭരണകേന്ദ്രങ്ങളും പൊതുജനങ്ങളും ഉണർന്ന് കൂട്ടായി പ്രവർത്തിച്ചാൽ ലഹരി ഉപയോഗം തീർച്ചയായും കുറയ്ക്കാനും സമൂഹത്തെ രക്ഷിക്കാനും കഴിയും. അതിന് ആദ്യമേ വേണ്ടത് നിശ്ചയദാർഢ്യമാണ്. പക്ഷെ അത് ഉണ്ടാകുമോ? മദ്യത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് ഇവിടെ അറിയുന്നത്. വർഷങ്ങളായിട്ട് മദ്യത്തെ പറ്റി യാതൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ മദ്യത്തെ പറ്റി എന്ത് ചെയ്യണമെന്ന് സഭ തന്നെ ശരിക്കും തീരുമാനിക്കണം. ക്രിസ്ത്യാനികളാണ് മുഴുവനും മദ്യം നടത്തുന്ന വ്യക്തി, വേറെ ജാതിയല്ല. ഒറ്റ മുസ്ലിം ഞാൻ കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ പിതാക്കന്മാർക്ക് ക്രിസ്ത്യാനിയെ വരയ്ക്കിയ പോലെ പ്രിയപ്പെട്ടവരെ യേശുവിനെ വഞ്ചിച്ചുകൊണ്ടുള്ള പരിപാടി എന്തിനാ അവിടെ നിൽക്കുന്നത്? അതായത് മദ്യം കുടിക്കാൻ വ്യക്തിയല്ല. ഞാൻ സംഘടന ഉണ്ടാകുന്നപ്പോൾ അച്ഛന്മാർ അവിടെ അടക്കം മദ്യം കുടിച്ചു. ഭാര്യന്ന് മദ്യം കുടിച്ചു. ഒരച്ഛൻ മാത്രം കുടിച്ചില്ല. അച്ഛൻ കൊന്നില്ലെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ ഞാനിത് എഴുതിയതിന്റെ ഫലമായിട്ട് ഭാര്യയുടെ ചേട്ടന്മാര് എന്റെ തല വെട്ടിക്കൊണ്ട് രാത്രി എന്നെ വിളിച്ചിരുന്നു. എന്റെ തല വെട്ടു ആ ബാറ് തല വെട്ടു എന്ന് പറഞ്ഞ ബാറ് എന്റെ ഗുരുവായ തമ്പുരാൻ അത് പിന്നെ ഉണ്ടായില്ല. അത് അടപ്പിച്ചു കളഞ്ഞു കർത്താവ്. നന്ദി. അങ്ങനെ കേരളത്തില് 3-4 ബാറ് കർത്താവ് മാത്രമേ കൊണ്ട് അടപ്പിച്ചു. പ്രിയപ്പെട്ടവരെ അറിഞ്ഞിരുന്നു. അതിന്റെ ബാറിന്റെ കൂടെ അടുപ്പമല്ല ചെയ്യേണ്ടത്. അതിന് ക്രിസ്ത്യാനിയാണ് ഞാൻ നോക്കുമ്പോ യേശു പഠിപ്പിച്ച വ്യക്തിയാണ് ക്രിസ്ത്യാനികൾ. പക്ഷേ നിയമം പഠിപ്പിച്ച വ്യക്തി ക്രിസ്ത്യാനിയാണ്. പക്ഷെ ക്രിസ്ത്യാനികൾക്കാണ് ലോകം മുഴുവനും ബാറുള്ള ക്രിസ്ത്യാനി അവിടെ ഒറ്റ മുസ്ലിം ബാറ് ഞാൻ കണ്ടില്ല. അറിയില്ല. എന്നിട്ട് ഇതിന് സംഘടന വന്നുകൊണ്ട് നടന്നാല് ഒരു കാര്യം ദൈവത്തെ വഞ്ചിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ദൈവത്തെ വഞ്ചിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്ത് വേണം? കൽപ്പന വേണം. ക്രിസ്ത്യാനിക്ക് ബാറൊന്നും വേണമെന്ന കൽപ്പന രേഖകളാക്കിയിട്ട് അതിൽ അർത്ഥമുണ്ട്. ക്രിസ്ത്യാനിക്ക് ഒറ്റയടക്കം കാലത്ത് ബാറുണ്ടാവാൻ പാടില്ല. അതാണ് ദൈവനീതി. അതാണ് ദൈവനീതി. വായിച്ച്
വായിച്ച്. മദ്യപാനം മൂലം തെറ്റിലകപ്പെട്ട ലോത്ത്. കർത്താവ് അഹറോനോട് പറഞ്ഞു, നീയും പുത്രന്മാരും സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ വീഞ്ഞോ ലഹരി സാധനങ്ങളോ കുടിക്കരുത്. കുടിച്ചാൽ നിങ്ങൾ മരിക്കും. മദ്യപാനിയെ കല്ലെറിഞ്ഞു കൊല്ലണം. മദ്യപാനിയെ കർത്താവ് കൊന്നുകളയുന്നു. മദ്യപാനി രാജകൽപ്പന മറക്കുന്നു. മദ്യപാനിയെ ചതിവിൽ കൊല്ലുന്നു. മദ്യപിക്കരുത്, ഉന്മത്തത ശീലമാക്കരുത്. ബൈബിൾ അല്ല, വിശുദ്ധ ബൈബിളില് അക്ഷരം എഴുതി ഏത് അധ്യായം എഴുതിയിട്ടുണ്ട്? ഞാൻ എഴുതിയില്ല. ബൈബിൾ പറയുന്നത്, യേശുവിന്റെ കൽപ്പന പറയുന്നത്, ദൈവത്തിന്റെ കൽപ്പന മദ്യപാനെ വധിക്കണമെന്നോ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ക്രിസ്ത്യാനി അല്ല ഇതിൽ ഫുള്ള് ഭാഗം നടത്തുന്നത്. അപ്പൊ എല്ലാവരും കൊല്ലണ്ടേ? ദൈവനിയമം അനുസരിച്ച് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വഞ്ചിച്ചിട്ട് ഒരു പരിപാടി ഇല്ലാത്ത ഇങ്ങനെ നടത്തിയോണ്ടാണ് കേരളം ദൈവത്തിന്റെ നാടായ പേരിനാവുന്ന കേരളം ഇപ്പോൾ ശാസ്ത്രാനാകുന്ന കാലം ക്രിസ്ത്യാനിയുടെ മേലെ തന്നെയാണ് പഠിപ്പിച്ചത്. എവിടെ നോക്കിക്കോ, ബൈബിൾ എത്ര നോക്കിക്കോ. ഞാൻ എഴുതിയല്ല ബൈബിൾ. എന്റെ തല വെട്ടിക്കഴിഞ്ഞാലും ബൈബിൾ കൂടി ഉണ്ടാവും. എന്റെ തല വെട്ടിക്കഴിഞ്ഞാലും എന്തെല്ലാം ചെയ്താലും യേശുവിന്റെ നിയമം ഈ ലോകത്തിൽ തന്നെ ഉണ്ടാവും. അത് ആർക്കും മാറ്റാൻ പറ്റുന്നതല്ല. പാട്ടുകൾ ചമച്ച് മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്നു. മദ്യപന്മാർ ഉന്മത്തരെ പോലെ ആടി ഉലയുകയും വേച്ചു നടക്കുകയും ചെയ്യുന്നു. എന്തു ചെയ്യണമെന്ന് അവർ അറിയുന്നില്ല. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഏശയ്യ 43:1. സുഖലോലുപൻ ദരിദ്രനായിത്തീരും. വീഞ്ഞിലും സുഗന്ധ തൈലത്തിലും ആസക്തി കാട്ടുന്നവൻ ധനവാനാവുകയില്ല. വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും. മദ്യം ദുരിതവും ദുഃഖവും കലഹവും അകാരണമായ മുറിവുകളും ഉണ്ടാക്കും. വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും ദുരിതം. ചഷകങ്ങളിൽ വീഞ്ഞു ചമന്നു തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. മദ്യം പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. മദ്യപൻ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്തം ജൽപ്പിക്കുകയും ചെയ്യും. മദ്യപാനി നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയുമായി തീരും. മദ്യപാനിക്ക് എത്ര തന്നെ അടിയും തല്ലും കിട്ടിയാലും അവൻ ഞാൻ ഇനിയും കുടിക്കുമെന്ന് അവൻ പറയും. ഭോഷന്റെ വായിലെ ആപ്തവാക്യവും മദ്യപന്റെ കയ്യിൽ തുളഞ്ഞു കയറിയ മുള്ളും ഒരുപോലെയാണ്. കർത്താവിനെ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. സങ്കീർത്തനം 32:10. മദ്യപനെ കൂലിക്ക് നിർത്തരുത്. വീഞ്ഞ് രാജാക്കന്മാർക്ക് ചേർന്നതല്ല. ലഹരി പാനീയങ്ങളിൽ ആസക്തി ഭരണാധിപന്മാർക്ക് ഉചിതമല്ല. മദ്യപാനികൾ കൽപ്പനകൾ മറക്കുകയും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യും. വീഞ്ഞു കുടിച്ച് മതിക്കരുത്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. വീഞ്ഞു കുടിച്ച് ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. വീഞ്ഞ് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. മത്ത് പിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. വീഞ്ഞു കുടിച്ച് മതിച്ച രാജാവും പ്രഭുക്കന്മാരും വിശുദ്ധ വസ്തുക്കൾ ദുരുപയോഗിക്കുന്നു. ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീര്യമേറിയ വീഞ്ഞുമുണ്ട്. എന്നാൽ അവർ കർത്താവിന്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല. വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധ തരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ ബിരുദന്മാരുമായവർക്ക് ദുരിതം. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഏശയ്യ 43:4. മദ്യപാനി ശബ്ദിച്ചതിൽ തെന്നി നടക്കുന്നു. മദ്യപന്മാരുടെ ഗർവിഷ്ഠ കിരീടം കർത്താവ് വെറുക്കുന്നു. പുരോഹിതന്മാരും പ്രവാചകന്മാരും പോലും വീഞ്ഞു കുടിച്ച് മതിക്കുന്നു. ലഹരി പിടിച്ച് അവർ ആടി ഉലയുന്നു. വീഞ്ഞ് അവരെ വഴിതെറ്റിക്കുന്നു. വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്. നിങ്ങളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്. മദ്യപിക്കാത്തവർക്ക് ദൈവം വിജ്ഞാനവും അറിവും സാമർഥ്യവും നൽകുന്നു. വീഞ്ഞു കുടിച്ച് മതിച്ച രാജാവും പ്രഭുക്കന്മാരും വിഗ്രഹ ആരാധനയിലേക്ക് നയിക്കപ്പെടുന്നു. വീഞ്ഞും പുതുവീഞ്ഞും സുബോധം കെടുത്തും. നമ്മുടെ രാജാവിന്റെ ഉത്സവ ദിനത്തിൽ പ്രഭുക്കന്മാർ വീഞ്ഞിന്റെ ലഹരിയിൽ ദഹിച്ചു. നിന്ദകരുമായി അവർ കൈകോർത്ത് പിടിച്ചു. ഇതല്ല, എന്റെ തല വെട്ടിയാൽ ഇതുപോലെ ഉണ്ടാവും. ആദ്യം എഴുതിയ പ്രവാചകന്മാരെ തല വെട്ടിയിട്ട് പ്രവാചകന്മാർ വിശുദ്ധന്മാരായി. പക്ഷേ ലോകം നശിച്ചുകൊണ്ടിരിക്കുക.
അതുകൊണ്ട് ഇത് ഞാൻ എഴുതിയല്ല, ദൈവത്തിന്റെ ആത്മാവ് ബൈബിളിൽ എഴുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ എഴുതിയ അത് എവിടെ എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടുണ്ട്, അതോടെയുണ്ട്. അതുകൊണ്ട് എന്നോട് പറഞ്ഞാൽ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ 3 വാർഡുകൾ എന്നോട് പണ്ട് പിന്നെ ഉണ്ടായില്ല, പിതാക്കന്മാർക്കറിയാം. ഇവിടെ കൊച്ചിയില് എന്നെ തെറി പറഞ്ഞാൽ വാറൻ തല വെട്ടുന്ന രാത്രി ആരാക്കി ഞാൻ ഉറങ്ങിക്കിടക്കണേ എന്നെ വിളിച്ച് തല വെട്ടിക്കളയും. അത് ആ വാദ എന്ന് പറഞ്ഞത് സഭ എന്റെ കൂടെ, പിതാക്കന്മാരുടെ കൂടെ, അധികാരി എന്റെ കൂടെ, നീ എന്നോട് പഠിക്കേണ്ട ഒരു പൂരം തെറി പറഞ്ഞിട്ട് എന്റെ തല വെട്ടുന്നത് എന്റെ കുടുംബം മുഴുവൻ പേടിച്ച് കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരുടെ പടവാനാവുണ്ട്. ഞാൻ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, കർത്താവിന്റെ പണിയല്ലേ എടുക്കണേ, കർത്താവ് തല വെട്ടിക്കോട്ടെ, അവർ സാറില്ല, എനിക്ക് തല വെട്ടണ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ തല വെട്ടുന്ന പിന്നെ ആ വാറ് കാക്കന്മാരെ പിടിച്ചെടുത്തു. പിന്നെ ആ ചേട്ടന്മാർ എന്റെ അടുത്ത് വന്നാൽ തിരിച്ചിട്ടാൻ വല്ല വഴിയുണ്ട് നോക്കാനാ. അതിന്റെ തല വെട്ടാൻ കൊണ്ട് തല വെട്ടിയ വാറുകാരെന്ന് പറഞ്ഞ ആൾക്കാരെ ഞാൻ പറഞ്ഞു, എന്നോടൊന്ന് തെറി പറഞ്ഞത് കൊണ്ട്, ദൈവത്തിന്റെ പണിക്കാരനായതുകൊണ്ട് ആ ബാർ ഉണ്ടാവില്ല. കൊച്ചിയിലെ 3 ഏക്കർ സ്ഥലവും ബാറും കാക്കാന്മാരുടെ കയ്യില്. പിന്നെ കൊച്ചാണെങ്കിൽ ബാറിനായി ചട്ടന്മാരിനെ അവിടെ തീരുമാനിച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് അവർ തിരിച്ചുവിട്ടാൻ വല്ല വഴിയുണ്ടെന്ന് എന്നോട് ചോദിക്കാൻ ഇത്ര നാളെ കെട്ടുകളാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നെ ഞാൻ തലവെട്ടാണല്ലോ വീഴ. ഞാൻ വന്ന ചേട്ടന്മാരൊക്കെ വായിപ്പിച്ചിട്ട് അങ്ങോട്ട് ഒറ്റയൊന്നും മിണ്ടിയില്ല. ഒരു ബാലികയെ വിറ്റു. മദ്യപാനികളായ സ്ത്രീകളെ കർത്താവ് നാശത്തിലേക്ക് വലിച്ചെറിയും. വീഞ്ഞ് വഞ്ചന നിറഞ്ഞതാണ്. മദ്യപന്മാരോട് കൂടി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത ദുഷ്ടനായ ഭൃത്യന്റെ അന്ത്യം. കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. അവിടുന്ന് എന്റെ സഹായകനും വിമോചകനുമാണ്. സങ്കീർത്തനം 40:17. സുഖലോലുപത, മദ്യാസക്തി എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കണി പോലെ നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. പകലിന് യോജിച്ച വിധം പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. വീഞ്ഞു കുടിക്കാതെയും നിന്റെ സഹോദരന് പാപകരമായതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നന്ന്. സഹോദരൻ മദ്യപാനാണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പോലും പാടില്ല. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മദ്യപാനത്തിലും മധുരോത്സവത്തിലും ഈ ദൃശ്യപ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. അവൻ മദ്യാസക്തനോ അക്രമവാസനയുള്ളവനോ ആയിരിക്കരുത്. അതുപോലെ ഡീക്കന്മാർ ഗൗരവബുദ്ധികളായിരിക്കണം. അസത്യവാദികളോ മദ്യാസക്തിക്ക് അധീനരോ ഹീനമായ ലാഭേച്ഛ ഉള്ളവരോ ആയിരിക്കരുത്. ദൈവത്തിന്റെ കാര്യസ്ഥൻ മദ്യപാനി ആയിരിക്കരുത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏശയ്യാ 43:5. വീഞ്ഞിൽ മാദകത്വവും ഭോഗാസക്തിയുമുണ്ട്. വിജാതീയരെ പോലെ നിങ്ങൾ മദ്യപാനത്തിൽ പെടരുത്. കുടിച്ചു മതിക്കുന്നവൻ വഞ്ചകരാണ്. മദ്യം മൂലം മോബാബ് നശിക്കുന്നു. കുടിച്ചു മത്തനായ അമ്നോൻ ചതിയിൽ വധിക്കപ്പെടുന്നു. മദ്യപാനത്തിന് അടിമകളാവരുത്. വീഞ്ഞിലെ ഉന്മത്തത നാശത്തിലെത്തിക്കുന്നു. മദ്യപാനം പ്രകോപനം ഉളവാക്കുന്നു. കർത്താവ് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന് ആത്മകഥം ചെയ്ത് വീഞ്ഞിന്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. മദ്യപാനി രോഗിയാണ്. ശാരീരികവും മാനസികവും ആത്മീയവുമായ രോഗങ്ങളൊപ്പം അയാളെ ബാധിക്കുന്നു. മദ്യം അയാളിലെ ഏറ്റവും ക്ഷീണിച്ച ശരീരഭാഗങ്ങളെ ബാധിച്ച് കാർന്നു തിന്നുന്നു. മനസ്സിനെ ദുർബലമാക്കുന്നു. അതിനാൽ അയാളെ ചികിത്സിക്കണം. സ്വാഭാവികമായ മനസ്സംഘർഷങ്ങളെ പോലും നേരിടാൻ മദ്യപാനിക്ക് കഴിയുകയില്ല. കാരണം മദ്യാസക്തി ഒരു പാപബന്ധനമാണ്. അതിനാൽ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ അകന്ത വെടിഞ്ഞ് ദൈവശക്തിയിൽ അഭയം തേടുക. നിസ്സഹായത ഏറ്റുപറഞ്ഞുകൊണ്ട് നാഥ എന്നെ രക്ഷിക്കണമേ എന്ന് കേണപേക്ഷിക്കുക. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ എഴുതിയതാണ് വായിച്ചത്. ഇത് ഞാൻ എഴുതിയത് ബൈബിളിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ജനത്തെ 45 വർഷത്തോളം മരുഭൂമിയുടെ പിതാവായ ദൈവം പ്രവാചകന്മാരെ കൊണ്ട് നയിപ്പിച്ച് ഇതിനെ പഠിപ്പിച്ച് ദൈവം തെരഞ്ഞെടുത്ത ജനമാണ് ഇസ്രായേൽ ജനം. എന്നാൽ ഈ വാറ് മുഴുവൻ നടത്തുന്നതും ഇസ്രായേൽ ജനം. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, ഇത് ബൈബിളിലെ ഈശോ പറഞ്ഞ കൽപ്പനകളാണ്. ഇത് ഇപ്പൊ വായിച്ചത് കൊല്ലമെന്നൊക്കെ പറഞ്ഞ ഈശോ കൽപ്പനകൾ. പക്ഷെ ദൈവത്തിന്റെ വചനങ്ങളെല്ലാം കാറ്റി പറപ്പിച്ചാർക്കും വേണ്ടാത്ത ജീവിക്കുന്ന ഏതൊരു ക്രിസ്ത്യാനിയാ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വേറെ ഒരു കാര്യങ്ങളും ദൈവത്തിന്റെ വചനങ്ങൾ കാറ്റിപ്പറപ്പിക്കാറില്ല.